നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കൊമേഴ്സ്യൽ LPG ക്ഷാമം ഹോട്ടൽ മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. എന്നാൽ നിലനിൽപ്പിനായി പാചകം ചെയ്യുന്നതിന് വിറകടുപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് പ്രദേശ് ബേക്കറി ഉടമ. MLA ഫണ്ട് 38 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച കോതമംഗലം താലൂക്കിലെ നാഗഞ്ചേരി നെല്ലിക്കുഴി ഇലവനാട് കനാൽ ബണ്ട് റോഡ് നാടിന് സമർപ്പിച്ചു. റോഡിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കട്ടപ്പനയിൽ പോലീസ് കേന്ദ്രസേന സംയുക്ത റൂട്ട് മാർച്ച് നടത്തി. ഇടുക്കി ജില്ലയിലെ പട്ടയഭൂമിയിൽ നിർമ്മാണ നിരോധനം നീക്കി സർക്കാർ തീരുമാനം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്ന് റോയി കെ പൗലോസ്. ഇടുക്കി നിയമസഭാ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകുന്നതിനെ ചൊല്ലി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഭിന്നത രൂക്ഷമാകുന്നുവെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി M മോനിച്ചൻ. വാർത്തകൾ വിശദമായി. കൊമേഴ്സ്യൽ LPG ക്ഷാമം ഹോട്ടൽ മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. എന്നാൽ നിലനിൽപ്പിനായി പാചകം ചെയ്യുന്നത് വിറകടുപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് തൊടുപുഴയിലെ ബോർമ. തൊടുപുഴ പട്ടയംകൗലിയിൽ പ്രവർത്തിക്കുന്ന പ്രദേശ് ബേക്കറിയുടെ ബോർമയിലാണ് ഗ്യാസ് അടുപ്പുകൾ മാറ്റി വിറക് അടുപ്പുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. കൊമേഴ്സ്യൽ LPG ക്ഷാമം ഹോട്ടൽ മേഖലയെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഗ്യാസ് സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞതോടെ കേരളത്തിലെ മിക്ക ഹോട്ടലുകളും പൂട്ടലിന്റെ വക്കിലാണ്. ഗ്യാസ് വിതരണം ഉടൻ സാധാരണ നിലയിലാകാത്ത പക്ഷം സംസ്ഥാനത്തെ ഹോട്ടലുകളുടെ വലിയൊരു വിഭാഗം പ്രവർത്തനം നിർത്തേണ്ടി വരുമെന്നാണ് ഹോട്ടൽ അസോസിയേഷനുകളുടെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിലാണ് തൊടുപുഴയിലെ പ്രമുഖ ബേക്കറിയായ പ്രദേശ് ബേക്കറിയുടെ ബോർമയിൽ വിറകടുപ്പുകൾ പുകഞ്ഞു തുടങ്ങിയത്. പാചകം ചെയ്യുന്ന വിഭവങ്ങളുടെ എണ്ണം കുറയ്ക്കുകയാണ് ആദ്യം ചെയ്തത്. എന്നാൽ അത് മാത്രം പോരാതെവെന്നും അങ്ങനെയാണ് ബോർമ വിറകടുപ്പിലാക്കുവാൻ തീരുമാനമെടുത്തത്. ഞങ്ങളുടെ KHR നേതാക്കളായ ജയപാൽജി, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ ബേക്കേഴ്സ് അസോസിയേഷൻ നേതാക്കന്മാർ എല്ലാവരും നമ്മുടെ പെട്രോളിയം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി സാറിനെ കാണുകയും അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. തൊഴിലാളികളെ കിട്ടാനില്ലാത്ത സാഹചര്യമാണ് ഒന്ന്. അതിനിടയ്ക്ക് വിറകും കൂടെ ആയിക്കോട്ടെ തൊഴിലാളികൾ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മെനുവിൽ ഒരുപാട് മാറ്റം വരുത്തി, ഒരുപാട് ഐറ്റംസ് കുറച്ചിട്ടുണ്ട്. ചട്ടിപ്പത്തിരി, അതുപോലെ ഉന്നക്ക, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ ഗ്യാസ് ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റാത്ത ഒത്തിരി ഐറ്റംസ് ഒഴിവാക്കിയിട്ടുണ്ട്. ബോർമയിൽ 3 ഹോട്ടലിൽ 3 ഗ്യാസ് സിലിണ്ടർ ദിനവും ഉപയോഗിച്ചിരുന്ന ബ്രദേഴ്സ് ഹോട്ടൽ ആൻഡ് ബേക്കറി വിറകടുപ്പിലൂടെ പ്രതിസന്ധി തരണം ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. MLA ഫണ്ട് 38 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച കോതമംഗലം താലൂക്കിലെ നാഗഞ്ചേരി നെല്ലിക്കുഴി ഇലവനാട് കനാൽ ബണ്ട് റോഡ് നാടിന് സമർപ്പിച്ചു. റോഡിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രഞ്ജിനി രവി അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സംസാരിച്ചു. MLA ആസ്തി വികസന ഫണ്ട് 38 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച നാഗഞ്ചേരി നെല്ലിക്കുഴി ഇലവനാട് കനാൽ ബണ്ട് റോഡ് നാടിന് സമർപ്പിച്ചു. കോട്ടപ്പടി നെല്ലിക്കുഴി പഞ്ചായത്തുകളെയും കോതമംഗലം നഗരസഭയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ റോഡ്. തികച്ചും ഗ്രാമീണ മേഖലയിലൂടെ കടന്നു പോകുന്ന ഈ റോഡ് നിരവധി ജനങ്ങളാണ് യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത്. റോഡിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. നമ്മുടെ ഈ എളമ്പറയും സമീപ പ്രദേശങ്ങളും എല്ലാം വലിയ തോതിൽ മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു 10 വർഷക്കാലമാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. അതിൽ തന്നെ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസന കാര്യത്തിൽ, റോഡുകളുടെ വികസനത്തിൽ വലിയ മാറ്റം, വലിയ മുന്നേറ്റം കൈവരിക്കാൻ കഴിയുന്ന ഒരു കാലം കൂടിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ മുമ്പിലൂടെ കടന്നു പോകുന്ന നങ്ങേലിപ്പടി 314 റോഡ് ഗ്രാമീണ റോഡാണ്. തികച്ചും ഗ്രാമീണ മേഖലയിലൂടെ കടന്നു പോകുന്ന റോഡ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് നമ്മളത് 3.5 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് BMC നിലവാരത്തിൽ നവീകരിച്ചത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രഞ്ജിനി രവി അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് അംഗം CE നാസർ, ലോക്കൽ കമ്മിറ്റി NB അസൈനാർ, PP പ്രേമൻ, അനൂപ് സുകുമാരൻ, സഹകരണ ബോർഡ് മെമ്പർ സൗമ്യ അനീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കേരള NGO യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് പ്രൗഢോജ്വല തുടക്കം. ജില്ലാ പ്രസിഡന്റ് KK പ്രസഭകുമാർ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു.
NGO യൂണിയന്റെ 53ാം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുട്ടത്ത് ഉജ്ജ്വല തുടക്കം. റൈഫിൾ ക്ലബ് ഹാളിൽ ജില്ലാ പ്രസിഡന്റ് KK പ്രസുഭകുമാർ പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾക്ക് തുടക്കമായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ജേക്കബ് രക്തസാക്ഷി പ്രമേയവും TG രാജീവ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ സെക്രട്ടറി CS മഹേഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PM റഫീഖ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ചർച്ചകളിൽ PK അബിൻ തൊടുപുഴ ഈസ്റ്റ്, ആശ MU തൊടുപുഴ വെസ്റ്റ്, ലിസ്ന ബീഗം ഇടുക്കി, മനോജ് മോഹൻ കട്ടപ്പന, ഫൗസിയത്ത് B അലി ഉടുമ്പൻചോല, അനു KS ദേവികുളം, സൗമ്യ സത്യൻ അടിമാലി, ഷിബു M പീരുമേട്, ബിന്ദു MR കുമളി എന്നിവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം ചേർന്ന പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഞാനുൾപ്പെടെ ഇപ്പൊ ഇവിടെ പെൻഷൻ പറ്റി ഫ്രണ്ടിൽ ഇരിക്കുന്ന നിങ്ങളുടെ സമ്മേളനത്ത് പങ്കാളികളാ വന്നിട്ടുള്ള ഒട്ടേറെ ആളുകൾ ജോലി ചെയ്തിട്ടൊരു കാലം ഞങ്ങൾക്കൊന്നും വലിയ ഉറപ്പില്ലായിരുന്നു എല്ലാ മാസവും കൃത്യമായി ശമ്പളം കിട്ടുന്നു. 2003 ആണെന്ന് തോന്നുന്നു ഞാൻ ബില്ല് കൊടുക്കാനായിട്ട് ട്രഷറിയിൽ, അന്ന് ട്രഷറി ഇപ്പോഴത്തെ സിവിൽ സ്റ്റേഷൻ്റെ അവിടെയാണ് ബില്ല് കൊടുക്കാൻ പറ്റുമ്പോഴാണ് അറിയുന്നത് ആ മാസം ശമ്പളം ഇല്ല. ക്രിസ്മസ് കഴിഞ്ഞ ഉടനെയാണ് ശമ്പളമില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് അത്ര അനുഭവം ഉണ്ടോ? എന്തെങ്കിലും സാങ്കേതികമായി തടസ്സം വന്നാൽ ശമ്പളം മുടങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നു ഈ മാസം ജീവനക്കാർക്ക് ശമ്പളമില്ല. ഒരു മാസം ശമ്പളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ജീവനക്കാർ മാത്രം സൂക്ഷിക്കേണ്ടവരല്ല. മുണ്ട് വരിഞ്ഞു കൊടുത്ത് ജീവിക്കാൻ പഠിക്കണം എന്നടക്കം പറയുന്ന മുഖ്യമന്ത്രിമാർ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ തലമുറയെ, പുതിയ തലമുറയെ പഴയകാല ചരിത്രം നിരന്തരം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ജില്ലാ പ്രസിഡന്റ് KK പ്രസുഭകുമാർ അധ്യക്ഷനായി. FSETO ജില്ലാ പ്രസിഡന്റ് MR അനിൽകുമാർ KS, SPU ജില്ലാ സെക്രട്ടറി PP സൂര്യകുമാർ, യൂണിയൻ സംസ്ഥാന സെക്രട്ടറി P സുരേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം S ലക്ഷ്മി ദേവി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി CS മഹേഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി TG രാജീവ് നന്ദിയും പറഞ്ഞു. സുഹൃത്ത് സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ സർവീസ് സംഘടനാ നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കട്ടപ്പനയിൽ പോലീസ് കേന്ദ്രസേന സംയുക്ത റൂട്ട് മാർച്ച് നടത്തി. കട്ടപ്പന ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഷാജൻ VT, ഇൻസ്പെക്ടർ ഷാജു AL, സബ് ഇൻസ്പെക്ടർ ബേബി ബിജു എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം സായുധരായ കേന്ദ്ര സേനാംഗങ്ങളും മാർച്ചിൽ അണിനിരന്നു. കട്ടപ്പന നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നുപോയ മാർച്ച് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായാണ് സംഘടിപ്പിച്ചത്. കട്ടപ്പന ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഷാജൻ VT, ഇൻസ്പെക്ടർ ഷാജു AL, സബ് ഇൻസ്പെക്ടർ ബേബി ബിജു എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം സായുധരായ കേന്ദ്ര സേനാംഗങ്ങളും മാർച്ചിൽ അണിനിരന്നു. തെരഞ്ഞെടുപ്പ് വേളയിൽ ക്രമസമാധാനം ഉറപ്പാക്കുക, അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുക, വോട്ടർമാരുടെ ഭീതി അകറ്റുക എന്നിവയാണ് റൂട്ട് മാർച്ചിന്റെ പ്രധാന ലക്ഷ്യം. വരും ദിവസങ്ങളിലും നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ സുരക്ഷാ മുൻകരുതലുകൾ തുടരും. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. ഇടുക്കി ജില്ലയിലെ പട്ടയഭൂമിയിൽ നിർമ്മാണ നിരോധനം നീക്കി സർക്കാർ തീരുമാനം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്ന് റോയ് കെ പൗലോസ്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മന്ത്രിസഭാ യോഗ തീരുമാനമാണ് ഇന്നലെ ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾക്കായി ജില്ലയിലെ ഭൂമി വിനിയോഗിക്കുന്നതിനുള്ള ചട്ടങ്ങൾ രൂപീകരിക്കുവാനുള്ള അനുമതിയാണ് ഇന്നലത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെന്ന് റോയ് കെ പൗലോസ് പറഞ്ഞു. ജനങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് അത്തരമൊരു തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃതമാണ് എന്ന് ഈ ഗവൺമെന്റ് തീരുമാനിക്കപ്പെട്ട നിർമ്മാണങ്ങൾ ക്രമവൽക്കരിക്കാൻ വേണ്ടി മാത്രമുള്ള ചട്ടമാണ് മാറിയത്. അല്ലാണ്ട് പട്ടയം ലഭിച്ച ഭൂമിയിൽ യഥേഷ്ട ഒരു കൃഷിക്കാരന് കൈവശ ഭൂമിക്ക് ഏത് നിർമ്മാണവും നടത്താൻ അനുമതിയല്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. 2019 സർക്കാർ ഉത്തരവനുസരിച്ച് നേരത്തെ പണിതിട്ടുള്ള വീടൊഴികെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള 2019 ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇടുക്കി ജില്ലയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമവിരുദ്ധമാണെന്ന് പിണറായി സർക്കാർ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ആ കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു 2023 ഈ സെപ്റ്റംബർ 14 ഈ മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 2024 അല്ലെങ്കിൽ 25 സെപ്റ്റംബർ 16 ഇറക്കിയ ചട്ടത്തിലുള്ളത്.
അപ്പോൾ ആ ചട്ടം കൊണ്ട് ആകെ പ്രയോജനം ലഭിക്കുന്നത് അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ. അതിനും പല പല നിയന്ത്രണങ്ങൾ വെച്ചു. നമ്മൾ കണ്ടു സ്ലാബ് അടിസ്ഥാനത്തിൽ ഓരോരോ സ്ലാബിന് 5000 വരെ 1500 സ്ക്വയർ ഫീറ്റ് വരെ സൗജന്യം, 3000 വരെ മറ്റൊരു സ്ലാബ്, 5000 വരെ വേറെ സ്ലാബ്, 5000-ന് മുകളിലേക്കുള്ള ഇത്ര ശതമാനം ഫീസ്. അങ്ങനെ അശാസ്ത്രീയമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അഴിമതി നടത്താൻ യഥേഷ്ടം അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു സ്ലാബ് സിസ്റ്റം കൂടി ഉണ്ടാക്കി. എന്നിട്ട് അതിനൊരു പോർട്ടൽ വഴി അപേക്ഷ നൽകാമെന്ന് പറഞ്ഞുകൂടി 2026 ജനുവരിയിൽ ഒരു അറിയിപ്പ്. പക്ഷെ ദൈവം സഹായിച്ച് ഇന്ന് വരെ ആ ക്ലാർക്ക് പോർട്ടലെന്നോ എന്തോ പറഞ്ഞിരിക്കുന്നത്, ആ പോർട്ടൽ വഴി അപേക്ഷ നൽകാൻ ഇന്നുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഒരു വ്യക്തി പോലും ഈ പറയുന്ന ഈ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി പോലും ഇടുക്കി ജില്ലയിൽ തങ്ങൾ നിർമ്മിച്ച ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമവൽക്കരിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ പോലും ഇടുക്കിയിൽ നൽകിയിട്ടില്ല. നൽകരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം UDFന്റെ തീരുമാനം, കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം എന്ന് പറയുന്നത് അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ ഫീസ് വാങ്ങാൻ പാടില്ല. അത് യഥാർത്ഥത്തിൽ കൃഷിക്കാരൻ പട്ടയം ലഭിച്ച ഭൂമിയിൽ നടത്തിയിട്ടുള്ള നിർമ്മാണങ്ങളാണ്. അവർ 50 വർഷമോ 60 വർഷമോ 20 വർഷമോ 30 വർഷമോ പല കാലങ്ങളിലായി നിർമ്മിച്ചിട്ടുള്ള ആ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ പഞ്ചായത്തിന്റെ പെർമിറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും, വില്ലേജിന്റെ പെർമിറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും. അങ്ങനെ വില്ലേജിന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ പെർമിറ്റ് വാങ്ങിച്ച് നടത്തിയിട്ടുള്ള നിർമ്മിതികളാണെങ്കിൽ, അല്ലാത്ത നിർമ്മിതികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, സർക്കാരിന്റെ ഭൂമി കൈയേറിയുള്ള നിർമ്മിതികളെ കുറിച്ചല്ല പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ വളരെ കർക്കശ നിലപാട് ഗവൺമെന്റ് എടുക്കണം. സർക്കാർ ഭൂമി കൈയേറി എവിടെയെങ്കിലും സർക്കാർ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ നടത്തിയിട്ടുണ്ട്, ഈ ജില്ലയിൽ ഇഷ്ടംപോലെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും തൊടുന്നില്ല ഗവൺമെന്റ്. കോടാനുകോടികൾ അങ്ങനെ മുടക്കി നിർമ്മാണ പ്രവർത്തനം നടത്തിയ ആളുകളുണ്ട് സർക്കാർ ഭൂമി കൈയേറി. അത് വളരെ കർക്കശമായ ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് നേരിടണം. എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കുമെന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഗവൺമെന്റ് അതിന് തയ്യാറാകുന്നില്ല. കോതമംഗലം രൂപത ഫാമിലി അപ്പസ്തോലേറ്റ്, ദീപിക ഫ്രണ്ട്സ് ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തൊടുപുഴ ഫൊറോന കൺവെൻഷൻ നടത്തി. ഫാമിലി അപ്പസ്തോലേറ്റ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ആന്റണി പുത്തങ്കുളം ഉദ്ഘാടനം ചെയ്തു. ഫൊറോന ഡയറക്ടർ ഫാദർ ജോസ് പൊതൂർ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം രൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റും ദീപിക ഫ്രണ്ട്സ് ക്ലബും സംയുക്തമായി തൊടുപുഴ ഫൊറോന കൺവെൻഷൻ നടത്തി. ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ആ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഡെയിലി ന്യൂസിൽ അനുദിനം വന്നുകൊണ്ട ന്യൂസിൽ ഇപ്രകാരം ഹെഡിങ് കണ്ടു: ഹോം ഈസ് നോട്ട് എ സേഫ് പ്ലേസ് എനിമോർ. ഹോം ഈസ് നോട്ട് എ സേഫ് പ്ലേസ് എനിമോർ. വാല്യൂ ഇറോഷനാണ് ഇതിന്റെ കാരണം. പാലായിലെ 25 വയസ്സായ മകൻ 45 വയസ്സുള്ള തന്റെ അമ്മയെ റേപ്പ് ചെയ്ത് അറസ്റ്റിലായ ഒരു വാർത്തയാണ്. തൊട്ടടുത്ത കേട്ടോ പാല. ലഹരിക്കടിമയായിട്ട് മകനായിരുന്നു അത്. പ്രായപൂർത്തിയായ പെൺകുട്ടിയെ സ്വന്തം സഹോദരന് 3 കൂട്ടുകാരനും കൂടി 8 വർഷം പീഡിപ്പിച്ച കഥ എരുമേലിയിലാണ്. അപ്പനും അമ്മയും പകല് പണിക്ക് പോകുമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി പെൺകുട്ടി പഠനം നടത്തി. ടെക്സ്റ്റൈൽ ഷോറൂമില് ജോലിയായി. പക്ഷേ ടെക്സ്റ്റൈൽ ഷോറൂമിലായ ഈ മകള് പോകാൻ അല്പം താമസിച്ചാ പോകുന്നു. അപ്പനമ്മയും രാവിലെ പണിക്ക് പോകും. അപ്പോൾ ഈ കൂടെ സ്വന്തം രക്തത്തിൽ പിറഞ്ഞ സഹോദരൻ ഭീഷണിപ്പെടുത്തി ജോലിക്ക് പോകാതെയായി. പിന്നീട് ഈ അവസ്ഥയിൽ മനം നൊന്ത് പെൺകുട്ടി ഈ ഒരു വിവരം വൈദികനോട് തന്റെ ഇടവക വികാരിയോട് തുറന്നു പറഞ്ഞു. വൈദികൻ അത് ചൈൽഡ് ലൈനിൽ ഇൻഫോം ചെയ്തു. ചൈൽഡ് ലൈൻ ഒഫീഷ്യൽസ് അത് പോലീസിൽ പറഞ്ഞു. തൃശ്ശൂര് 30 വയസ്സുകാരനെ അപ്പൻ തലക്കടിച്ചു കൊന്നു. മദ്യപിച്ച് വെട്ടുകിട്ടു വന്ന മകൻ സ്വന്തം അമ്മയെ സെക്സിന് നിർബന്ധിച്ചു. സഹികെട്ട അപ്പൻ ചെയ്ത പ്രവൃത്തിയായി. ഫൊറോന ഡയറക്ടർ റവറൻഡ് ഫാദർ ജോസ് പൊതൂർ അധ്യക്ഷത വഹിച്ചു. ശാക്തീകരണം, വനിതാ ശാക്തീകരണം വേണ്ടത്, സമുദായ ശാക്തീകരണം എന്ന് പറയുമ്പോൾ അത് ശാക്തീകരണം ആവശ്യമുള്ള ഒരു മേഖലയായിരുന്നു. പുരുഷ ശാക്തീകരണം നമ്മൾ കേൾക്കാറുമില്ല, വനിതാ ശാക്തീകരണം കേൾക്കാറ്. സ്ത്രീ ശാക്തീകരണം, പുരുഷന്മാരുടെ ശാക്തീകരണം ശാക്തീകരിക്കപ്പെട്ടതുകൊണ്ടായിരിക്കും വർഷം എന്ന് പറയാറില്ല. എന്നതുപോലെ സമുദായ ശാക്തീകരണ വർഷം ഈ വർഷം പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശക്തി എവിടെയൊക്കെയോ ചോർന്ന് ഒലിച്ചു പോയിട്ട്
കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ പ്രബല സമൂഹമായിട്ട് അറിയപ്പെട്ട ഒരു സമൂഹമായിരുന്ന ക്രൈസ്തവ സമൂഹം കേരളത്തിൽ. പക്ഷെ ഇന്ന് പലതുകൊണ്ട് ജനസംഖ്യ കുറയുന്നതുകൊണ്ട് കുട്ടികളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതുകൊണ്ട് അങ്ങനെ പല വിധത്തിൽ നമ്മൾ അങ്ങനെ പ്രായം ചെന്നവരുടെ സമൂഹമായിട്ട് ഏതാണ്ട് മാറിക്കഴിഞ്ഞ് വലിയൊരു പ്രതിസന്ധിയെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഫൊറോന പ്രസിഡന്റ് ജോസ് സ്വാഗതം ആശംസിച്ചു. ഡിഗോൾ കെ ജോർജ് യോഗത്തിൽ ആശംസ നേർന്നു. തുടർന്ന് കുടുംബ കൂട്ടായ്മകളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ റവറന്റ് ഡോക്ടർ ആന്റണി പുത്തൻകുളം ക്ലാസ് നയിച്ചു. സമുദായ ശാക്തീകരണം ദീപികയിലൂടെ എന്ന വിഷയത്തിൽ രാഷ്ട്രദീപിക ചീഫ് കോർഡിനേറ്റിംഗ് ഓഫീസർ ഫാദർ ജിനോ പുന്നമറ്റത്തിലും ക്ലാസ് എടുത്തു. ഫൊറോന പ്രസിഡന്റ് ജെയ്സൺ ജോർജ് യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി നിയമസഭാ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകുന്നതിനെ ചൊല്ലി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഭിന്നത രൂക്ഷമാകുന്നുവെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മോനിച്ചൻ. സീറ്റ് വിട്ടു നൽകിയാൽ പാർട്ടിയിൽ കൂട്ടരാജി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തി. തൊടുപുഴയിൽ പാർട്ടി ചെയർമാൻ PJ ജോസഫ് തന്നെ മത്സരിക്കണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. അബു ജോൺ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടി ചെയർമാനാണ് ഉചിതമായ തീരുമാനമെടുക്കേണ്ടത്. സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ച ചെയ്താൽ പ്രമുഖ നേതാക്കളടക്കം പാർട്ടി വിടുമെന്ന ഭീഷണി നിലനിൽക്കുന്നത് ജോസഫ് വിഭാഗത്തിന് വലിയ തലവേദനയുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം, യശസ്വരീരായ നേതാക്കന്മാർ EMS നമ്പൂതിരിപ്പാട്, അതുപോലെ തന്നെ ഫാദർ വടക്കൻ, അവരോടൊപ്പം നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപക ചെയർമാൻ AM ജോർജ് സാർ കോരുത്തോടും കഞ്ഞിക്കുഴിയിലും ചുരുളിയിലും അണക്കരയിലും കുമിളിയിലും എല്ലാം ഉണ്ടായിട്ടുള്ള കുടിയിറക്ക് പ്രശ്നങ്ങളിൽ സജീവരായി നിന്നുകൊണ്ട് കുടിയേറ്റ കർഷകരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള നേതാക്കളാണ്. അന്ന് മുതൽ തുടങ്ങുന്ന വൈകാരികമായ ബന്ധം കുടിയേറ്റ മേഖലയുമായി കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടുക്കി മണ്ഡലവുമായിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രാധാന്യവും പ്രശസ്തിയും വർദ്ധിക്കുന്നതും. ആ നിലയിൽ തന്നെ ആ സീറ്റ് അതുകൊണ്ട് നിലനിർത്തണമെന്നുള്ള ആശങ്ക, അതിപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം വന്നിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു ചർച്ച പാർട്ടി പ്രവർത്തകരുടെ ഇടയിലും എല്ലാം ഒരു ആശങ്ക വന്നിരിക്കുകയാണ്. അത് PJ ജോസഫ് സാറുമായിട്ട് പാർട്ടി അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരും എല്ലാം അത് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഈ സീറ്റ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് എന്നുള്ള ഒരു അപേക്ഷ അദ്ദേഹത്തോട് നടത്തിയിട്ടുണ്ട്. ആ നിലയിൽ ആ സീറ്റ് വിട്ടുകൊടുക്കുകയില്ല എന്ന് തന്നെയാണ് പാർട്ടി ചെയർമാനിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നതായ ഒരു വസ്തുത. മുന്നണി കൂട്ടായി എടുക്കുന്ന ഒരു തീരുമാനം, ആ തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തി ഒരു സീറ്റ് ഒരു കക്ഷിക്ക് കൊടുത്താൽ ആ കക്ഷി പ്രതികരിക്കുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തും. ആ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ഏതാണോ ആ ചിഹ്നത്തിന് വേണ്ടി UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഇടുക്കിയിൽ അത് സംഭവിക്കുകയും ചെയ്യും. ആ ഇടുക്കിയിലെ ഏത് സ്ഥാനാർത്ഥിയാണോ ആ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തൊടുപുഴ നമുക്ക് പാർട്ടിക്ക് 2 MLA-മാരാണ് ഉള്ളത്. ഒന്ന് പാർട്ടി ചെയർമാൻ്റെ മണ്ഡലമായ തൊടുപുഴ, 2 പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ്റെ മണ്ഡലമായിട്ടുള്ള കടുത്തുരുത്തി. ഈ 2 സിറ്റിംഗ് MLA-മാർ അവരാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരേണ്ട കാര്യമില്ല. ബാക്കി 10 സീറ്റുകളുണ്ട്. അതിൻ്റെ രാഷ്ട്രീയപരമായ മുന്നണിപരമായ തീരുമാനങ്ങൾ ഉണ്ടാവണം. ആ തീരുമാനം ഉണ്ടാകുന്ന അടിസ്ഥാനത്തിൽ 10 സീറ്റിലെയും സ്ഥാനാർത്ഥിമാരെ PJ ജോസഫ് സാറ് പ്രഖ്യാപിക്കും. തൊടുപുഴയുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ അദ്ദേഹം അത് പ്രഖ്യാപിക്കും. നാളെ ഇതുവരെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അദ്ദേഹം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, തൊടുപുഴയിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഒരു നിലപാടും അദ്ദേഹം അതിനകത്ത് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹമായിരിക്കണം സ്ഥാനാർത്ഥി. തൊടുപുഴയുടെ നേട്ടത്തിനും തൊടുപുഴയിലെ രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ആളുകളുടെ ഒരു വികാരവും പങ്കുവെക്കലും ജോസഫ് സാറ് മത്സരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. UDF-ന്റെ നേതാക്കന്മാരിലും ആ ഒരു വികാരം തന്നെയാണ് ഉള്ളത്. ഇനി അദ്ദേഹത്തിന്റെ തീരുമാനം എന്താണോ ആ തീരുമാനപ്രകാരം ആരെ അദ്ദേഹം പ്രഖ്യാപിച്ചാലും അത് 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന നാടാണ് തൊടുപുഴ. UDF തൊടുപുഴയിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്യും. തൊടുപുഴ കോഓപ്പറേറ്റീവ് എന്റർപ്രൈസസ് വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷന് സമീപം CMK കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള ബാങ്ക് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഗോപി കോട്ടമറയ്ക്കൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവിധ ഓഫീസ്, സ്റ്റേഷനറി, സ്കൂൾ പഠനോപകരണങ്ങൾ, DTP, ഫോട്ടോസ്റ്റാറ്റ്, ഡിജിറ്റൽ ഓൺലൈൻ സേവനങ്ങൾ എന്നിവ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്. തൊടുപുഴയിൽ കഴിഞ്ഞ 50 വർഷത്തിലേറെയായി സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തൊടുപുഴ ഹൗസ് കൺസ്ട്രക്ഷൻ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ E331 ഒരു പുതിയ ചുവടുവയ്പ്പിലേക്ക്.
തൊടുപുഴ വെങ്ങല്ലൂർ ജംഗ്ഷനിൽ CMK കോംപ്ലക്സിൽ ഓഫീസ്, സ്റ്റേഷനറി, DTP, ഫോട്ടോസ്റ്റാറ്റ്, ഡിജിറ്റൽ ഓൺലൈൻ സേവനങ്ങൾ എന്നിവയ്ക്കായി കോഓപ്പറേറ്റീവ് എന്റർപ്രൈസസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. കേരള ബാങ്ക് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഒട്ടാകെ സഹകരണ മേഖലയിൽ വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ വിശദീകരണമാണ് ഈ കോഓപ്പറേറ്റീവ് എൻ്റർപ്രൈസസ് എന്തൊക്കെ ലക്ഷ്യമിടുന്നു എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. വളരെ വൈവിധ്യമാർന്ന ഒത്തിരി കാഴ്ചപ്പാട് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കോഓപ്പറേറ്റീവ് സെക്ടറിൽ പൊതുവിൽ ഇന്ന് ഇന്ത്യക്ക് ആകെ മാതൃകയായ ഒരു സ്റ്റേറ്റാണ് നമ്മുടേത്. ഏത് മേഖല നോക്കിക്കഴിഞ്ഞാലും ഒരു കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തന ശൈലി ആവിഷ്കരിക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നമുക്ക് കാണാൻ കഴിയുക. സഹകരണ രംഗത്ത് സഹകരണ വകുപ്പ് തന്നെയാണെങ്കിൽ ഇതിനു മുമ്പ് ഏതൊരു കാലഘട്ടത്തെ അപേക്ഷിച്ച് വളരെ പുതുമയാർന്ന ദീർഘവീക്ഷണപരമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് അത് ഫലസിദ്ധി നേടിയ ഒരു അന്തരീക്ഷമാണിത്. വലിയ തോതിൽ ഓരോ മേഖലയും വിജയം കൈവരിച്ചു നിൽക്കുന്ന ഘട്ടമാണിത്. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ, ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ എന്നിവർ ചേർന്ന് ആദ്യ വിൽപ്പന നിർവഹിച്ചു. തൊടുപുഴ THCCS പ്രസിഡന്റ് ഡോക്ടർ VB വിനയൻ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ, വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ഫൈസൽ സനോര, മുനിസിപ്പൽ കൗൺസിലർമാരായ TK സുധാകരൻ നായർ, KK ഷിംനാസ്, ബിജി സുരേഷ്, രാജി അജേഷ്, K ഗോപാലകൃഷ്ണൻ, അരുൺ മണി, ഹൗസിംഗ് ഫെഡറേഷൻ മാനേജിംഗ് ഡയറക്ടർ ജോസൽ ഫ്രാൻസിസ്, ഇടുക്കി ജില്ലാ സഹകരണ വകുപ്പ് പ്ലാനിംഗ് വിഭാഗം അസിസ്റ്റന്റ് രജിസ്ട്രാർ റോബിൻ T ജോൺ, ഇടുക്കി ജില്ലാ സഹകരണ വകുപ്പ് ജനറൽ വിഭാഗം അസിസ്റ്റന്റ് രജിസ്ട്രാർ CR മിനി, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ ഇന്ദു സുധാകരൻ, സഹകരണ വകുപ്പ് ഓഡിറ്റ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ R രമ്യ, THCCS സെക്രട്ടറി അബീബ് ഇസ്മയിൽ എന്നിവർ പ്രസംഗിച്ചു. എല്ലാവിധ ഓഫീസ്, സ്റ്റേഷനറി, സ്കൂൾ പഠനോപകരണങ്ങൾ, DTP, ഫോട്ടോസ്റ്റാറ്റ്, ഡിജിറ്റൽ ഓൺലൈൻ സേവനങ്ങൾ എന്നിവ മിതമായ നിരക്കിൽ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ വാർഷികം നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാധാകൃഷ്ണൻ പുല്ലഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് TG പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ എറണാകുളം ഇടുക്കി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി CG രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ വാർഷികം തൊടുപുഴയിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാധാകൃഷ്ണൻ പുലഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു. ഇനിയും വൈകാതെ നമുക്ക് ഈ പെൻഷൻ അപ്ഡേഷൻ എന്ന കേസിന്റെ ഒരു ഫൈനൽ വിധി ഉണ്ടാവും തന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വേറെ ഒരു കേസ് നിലവിലുണ്ട്. അതായത് സ്കെയിൽ 1 മുകളിലേക്കുള്ള ആൾക്കാർക്ക് അവരെ പെൻഷൻ അനുവദിച്ചത് 40%. കാരണം അവർക്ക് 50% പെൻഷൻ എന്നുള്ള ആനുകൂല്യം കൊടുത്തിരുന്നില്ല. എന്നാൽ ഒരു കോർട്ട് ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ നവംബർ 2023 നവംബർ 10, 2023 തൊട്ട് അതിന്റെ ഇത് പ്രാവർത്തികമാക്കി. അതിന് ശേഷം എല്ലാവർക്കും ഇപ്പോൾ 50% പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് പലർക്കും അത് റിട്ടയർ ചെയ്ത തീയതി മുതൽ ഈ അനോമലി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് നമുക്കത് ആ റിട്രോസ്പെക്റ്റീവായിട്ടുള്ള എഫക്റ്റ്, മുൻകാല പ്രാബല്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ടും നമ്മളൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കേസും പല ഘട്ടങ്ങളിലായിട്ട് നിലനിൽക്കുകയാണ്. 23-ാം തീയതി വീണ്ടും ആ കേസ് വരുന്നുണ്ട്. നമുക്കറിയാം. ജില്ലാ പ്രസിഡന്റ് TG പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ എറണാകുളം ഇടുക്കി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി CG രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി.
ചടങ്ങിൽ 75 വയസ്സ് പൂർത്തിയായ അംഗങ്ങളെ ആദരിച്ചു. പുതുതായി ചേർന്ന അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി. ജില്ലാ സെക്രട്ടറി MI ഗോപാലൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് MD ജോർജ്, ജില്ലാ ട്രഷറർ CG സുധാകരൻ, അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി PP ഫ്രാൻസിസ്, അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് TO ജോൺ, അസിസ്റ്റന്റ് സെക്രട്ടറി ജോർജ് ജോസഫ്, വിമൻസ് ഫോറം കൺവീനർ ട്രീസ ജേക്കബ്, സ്റ്റെല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ KV ആലിസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവിധതരം ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സ് ഐറ്റംസിന്റെയും കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങളുടെയും വൈവിധ്യമാർന്ന ശേഖരം ഒരുക്കിക്കൊണ്ട് എന്റെ കിനാവ് ലേഡീസ് ആൻഡ് ജെന്റ്സ് ഫാൻസി സ്റ്റോർ തൊടുപുഴ മണക്കാട് റോഡിൽ താഴത്തുപറമ്പിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ആതിര ജോഷി ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഏറ്റവും പുതിയ ട്രെൻഡുകളിലുള്ള റോൾഡ് ഗോൾഡ്, റോസ് ഗോൾഡ്, ആന്റി കളക്ഷൻസ്, ഡയമണ്ട് കട്ട് ആഭരണങ്ങൾ, ലേഡീസിനും ജെന്റ്സിനും കുട്ടികൾക്കും വേണ്ടിയുള്ള വൈവിധ്യമാർന്ന കളക്ഷൻസ്, കുട്ടികൾക്കായുള്ള മനോഹരമായ കളിപ്പാട്ടങ്ങൾ, കൂടാതെ പ്ലം, മാമായർ, ഹിമാലയ, ലോട്ടസ്, ലോറിയൽ തുടങ്ങി വിവിധ ബ്രാൻഡുകളുടെ കോസ്മെറ്റിക്സ് ഐറ്റംസ് എന്നിവയുമടക്കം വിപുലമായ ശേഖരം ഒരുക്കിക്കൊണ്ടാണ് എന്റെ കിനാവ് ലേഡീസ് ആൻഡ് ജെന്റ്സ് ഫാൻസി സ്റ്റോർ തൊടുപുഴ മണക്കാട് റോഡിൽ താഴത്തുപറമ്പിൽ ബിൽഡിംഗിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. മുനിസിപ്പൽ കൗൺസിലർ ആതിര ജോഷി ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. എന്റെ കിനാവ് ശരിക്കും പേരുകൊണ്ട് തന്നെ വളരെ മനോഹരമായ ഒരു പേരാണ്. ഈ സ്ഥാപനത്തിന് ഞങ്ങളുടെ തൊടുപുഴ വ്യാപാരി കുടുംബത്തിലേക്ക് കടന്നു വന്നതിൽ ഞങ്ങൾ അതിയായ സന്തോഷമുണ്ട്. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. തുറക്കം കുറിച്ചിരിക്കുന്ന എന്റെ കിനാവ് എന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് നടത്തുന്നവർക്ക് സമ്മാന കൂപ്പൺ ലഭ്യമാക്കിക്കൊണ്ട് നറുക്കെടുപ്പിലൂടെ ഇലക്ട്രിക് സ്കൂട്ടർ നൽകുന്നതാണ്. തുടർന്ന് ഏവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. നമ്മുടെ തൊടുപുഴയിൽ എൻ്റെ കിനാവെന്ന് പറഞ്ഞിട്ട് ഒരു ഫാൻസി ഷോപ്പ് ഇന്ന് ഓപ്പണായി. അവിടെ ലേഡീസിൻ്റെ എല്ലാവിധ ഫേസ് വാഷുകളും സൺസ്ക്രീന്, പെർഫ്യൂംസ്, ക്രീമുകൾ, എല്ലാ ഐറ്റവും കിഡ്സിന് വേണ്ട എല്ലാവിധ ഐറ്റങ്ങളും ഉണ്ട്. ഏവരെയും ഹൃദയപൂർവ്വം ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. വിവാഹ ആവശ്യങ്ങൾക്കായിട്ടുള്ള ആൻറ്റിക് ഓർണമെൻറ്റ്സ്, റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി വളകൾ, മാലകൾ എല്ലാം ഈ ഷോപ്പിൽ ഉണ്ട്.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഹൈറേഞ്ച് മേഖലയിലെ വൃക്കരോഗികൾക്ക് ആശ്വാസമാകുക എന്ന ലക്ഷ്യത്തോടെ കുമളി റൂറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ സർവീസ് കുമളി അട്ടപ്പള്ളത്ത് പണി പൂർത്തീകരിച്ച ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം 15-ന് ഡീൻ കുര്യാക്കോസ് MP നിർവഹിക്കും. ഹൈറേഞ്ച് മേഖലയിലെ വൃക്കരോഗികൾക്ക് ആശ്വാസമേകുക എന്ന ലക്ഷ്യത്തോടെ കുമളി റൂറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ സർവീസ് കുമളി അട്ടപ്പള്ളത്ത് പണി പൂർത്തീകരിച്ച ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം 15 ഞായറാഴ്ച ഡീൻ കുര്യാക്കോസ് MP നിർവഹിക്കും. ക്രോസ് എന്ന സംഘടന നാളെ ഒരു ഡയാലിസിസ് സെന്ററിന്റെ ആരംഭം കുറിക്കുകയാണ്. കുമളിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതിൽ ക്രോസിൻ്റെ സംഘാടകരായ ഞങ്ങൾ അഭിമാനപൂർവ്വം അതിൽ ആഹ്ലാദം കൊള്ളുകയാണ്. കുമളി പോലുള്ള പിന്നോക്ക പ്രദേശത്ത് ഡയാലിസിസിന് വേണ്ടി കഷ്ടപ്പെടുന്ന നിർധനരായ ധാരാളം രോഗികളുണ്ട്. അവർക്കൊരാശ്വാസമായി ഈ സംരംഭം തീരുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. കുറേ വർഷങ്ങളായി ഈ പ്രദേശത്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ക്രോസ്. സമർപ്പിതരായ കുറേ ചെറുപ്പക്കാരും ഒരു പുരോഹിതനും ചേർന്ന് ആരംഭിച്ച ഈ പ്രസ്ഥാനം കുറേ വർഷങ്ങൾ കൊണ്ട് വളരെയേറെ നല്ല നിലയിലേക്ക് വളർന്നു വന്നു. കിടപ്പ് രോഗികളെ സംരക്ഷിക്കുവാനും അവർക്ക് ആശ്വാസം പകരുവാനും വേണ്ടി ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് ഡയാലിസിസ് ചെയ്യുന്ന ഒരു രംഗത്തേക്ക് വളർന്നത് സുമനസ്സുകളായ 150 പേരുടെ കാര്യമായ സഹായം കൊണ്ടാണ്. ഇനി മുമ്പോട്ടും അവരുടെ സഹായ സഹകരണം കൊണ്ട് മാത്രമേ ഇത് സൗജന്യമായി ഡയാലിസിസ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊടുക്കാൻ കഴിയുള്ളൂ. ആ നിലയിൽ അവരുമായി നല്ലൊരു ബന്ധത്തിൽ ഈ പ്രവർത്തനം നടന്നു പോവുകയാണ്. അത്യാധുനിക സജ്ജീകരണങ്ങളോടെ 2 നിലകളിലായി പ്രവർത്തിക്കുന്ന സെന്ററിൽ നിലവിൽ 6 ഡയാലിസിസ് മെഷീനുകൾ പ്രവർത്തിപ്പിക്കാനുള്ള സൗകര്യമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം കോൺഫറൻസ് ഹാൾ, കൗൺസിലിംഗ് റൂം, രോഗികൾക്ക് വിശ്രമത്തിനുള്ള മുറികൾ തുടങ്ങിയ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഇടുക്കി ആർച്ച് ഡാമും പരിസര പ്രദേശങ്ങളും ദീപാലങ്കൃതമാക്കി. തൊടുപുഴ പുളിയമ്മല സംസ്ഥാന പാത കടന്നുപോകുന്ന കുളമാമു ഡാമും സമാന രീതിയിൽ അലങ്കരിച്ചിരിക്കുന്ന സഞ്ചാരികൾക്കും ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാർക്കും കാഴ്ച വിരുന്നായി മാറുന്നു. ആ മനം മയക്കും കാഴ്ചകളിലേക്ക്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കൊമേഴ്സ്യൽ LPG ക്ഷാമം ഹോട്ടൽ മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. എന്നാൽ നിലനിൽപ്പിനായി പാചകം ചെയ്യുന്നതിന് വിറകടുപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് പ്രദേശ് ബേക്കറി ഉടമ. MLA ഫണ്ട് 38 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച കോതമംഗലം താലൂക്കിലെ നാഗഞ്ചേരി നെല്ലിക്കുഴി ഇലവനാട് കനാൽ ബണ്ട് റോഡ് നാടിന് സമർപ്പിച്ചു. റോഡിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കട്ടപ്പനയിൽ പോലീസ് കേന്ദ്രസേന സംയുക്ത റൂട്ട് മാർച്ച് നടത്തി. ഇടുക്കി ജില്ലയിലെ പട്ടയഭൂമിയിൽ നിർമ്മാണ നിരോധനം നീക്കി സർക്കാർ തീരുമാനം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്ന് റോയി കെ പൗലോസ്.
ഇടുക്കി നിയമസഭാ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകുന്നതിനെ ചൊല്ലി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഭിന്നത രൂക്ഷമാകുന്നുവെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മോനിച്ചൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.